ഓം നമോ ഭഗവതേ വാസുദേവായ. എല്ലാ സജ്ജനങ്ങൾക്കും നമസ്കാരം. ഇന്ന് ഒന്നുകൂടി ഭഗവാൻ എന്നെക്കൊണ്ട് ഒരു ഇമ്പോസിഷൻ ആയിട്ട് പറഞ്ഞു തന്നെ ഒന്നുകൂടി പറയിപ്പിച്ചു. ഏതാണ് ആ കഥ? സന്താനഗോപാലം കഥ. പല ഭക്തന്മാരുടെയും 2-3 ആയിട്ട് സന്താനഗോപാലം, അതുപോലെ പാഞ്ചാലിയുടെ വസ്ത്രാക്ഷേപം, വീരേന്ദ്രമോക്ഷം, ഇതൊക്കെ ഭക്തന്മാരെ ഭഗവാൻ രക്ഷിച്ചത് അല്ലെങ്കിൽ ഭക്തന് നാശമില്ല എന്നുള്ള വസ്തുത വ്യക്തമാക്കിയ ഭാഗങ്ങളാണ്. അതൊക്കെ പറഞ്ഞപ്പോൾ അങ്ങനെ ഒരുവിധം സമാധാനമായി. ഇത് പറയിപ്പിച്ചതാണ്, പറഞ്ഞു കഴിഞ്ഞ ഭാഗമാണ്. എന്നിട്ടും ഈ ഒരൊറ്റ ശ്ലോകം ഒന്നുകൂടി ആക്കാൻ വേണ്ടി കുറച്ച് ഉദാഹരണ സഹിതം പറഞ്ഞു. അത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഒക്കെ സമാധാനമായി എന്ന് വിചാരിച്ചത്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ സന്താനഗോപാലം ഭഗവാന്റെ ഭക്തരക്ഷ അല്ലെങ്കിൽ അർജുനനെ മരണത്തിൽ നിന്ന് രക്ഷിച്ച ആ ഭാഗം എത്ര പറഞ്ഞാലും മതിയാവില്ല, കേട്ടാലും മതിയാവില്ല. അങ്ങനെയാണ് അതിൻ്റെ ഒരു രീതി. അപ്പം ഭഗവാന് തോന്നി ഇത് ഒന്നുകൂടി കുറച്ചുകൂടി വിപുലമാക്കുകയോ ഒന്നുകൂടി വ്യക്തമാക്കുകയോ അല്ലെങ്കിൽ അതിൻ്റെതായ ഒരു ഫോട്ടോ ഒക്കെ ഒന്ന് ചേർക്കണം എന്ന് ഭഗവാൻ വിചാരിച്ചു എന്ന് തോന്നുന്നു. എനിക്ക് ഇപ്പോൾ ആണ് ഈ സന്താനഗോപാലത്തിൽ ആ ഭാഗത്തിൻ്റെ ഫോട്ടോ കിട്ടിയത്. അപ്പം ഞാൻ വിചാരിച്ചു, കഥ പറഞ്ഞു, ഇതിൻ്റെതായിട്ടുള്ളൊരു ഫോട്ടോ കൊടുക്കാൻ പറ്റിയില്ല. അത് കിട്ടും ചെയ്തു. അപ്പം ഇനി എന്താ വേണ്ടത്? ഞാൻ ചോദിച്ചപ്പോൾ ഇത് ചെയ്യുന്ന ശ്യാമപ്രസാദ് പറഞ്ഞു, അത് വേറെ ആയിട്ട് തന്നെ നമുക്ക് ചെയ്യാം, പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞു. അപ്പം ഞാൻ അത് ചെയ്യുകയാണ്. ഇത് പറയുമ്പോൾ എനിക്കിങ്ങനെ എത്തുന്നില്ലാത്തൊരു സന്തോഷം തോന്നുക. കഥയ മമ കഥകളതി സാദരം കാകുൽ സ്ഥലീലകൾ കേട്ടാൽ മതി വരാ. ഇങ്ങനെ ഒരു അവസ്ഥയാണ് വേണ്ടത്. ഭഗവത് കഥകൾ കേട്ടാൽ മതി എന്ന് തോന്നരുത്, അതിനോട് താല്പര്യം വർദ്ധിക്കണം. അങ്ങനെ ആവുമ്പോൾ സംസാര ദുഃഖങ്ങൾ ഇല്ലാതാവും എന്നാണ് ഭാഗവതത്തിൽ പറയുന്നത്. പരീക്ഷയിൽ തന്നെ പറയുന്നുണ്ടല്ലോ, ഗുരുനാഥ, ഭഗവാന്റെ കഥകൾ ഓടിച്ചങ്ങ് പറഞ്ഞു പോയാൽ പോരാ. ഞാൻ വിഷമിച്ചിരിക്കുകയാണെന്ന് അങ്ങ് വിചാരിക്കുന്നുണ്ടായിരിക്കും. എന്താ വെള്ളമൊന്നും ഒരു ജലപാനം ഇല്ലാതെ ഇരിക്കുക 4 ദിവസമായി. അപ്പം ശ്രീകൃഷ്ണ ഭഗവാന്റെ കഥയും മറ്റുള്ള കുറേ രാജവംശത്തിൻ്റെ കഥ എങ്ങനെ പറഞ്ഞു പോകണം. കൂടുതൽ യദുവംശത്തിൽ ഭഗവാൻ അവതരിച്ചു, അങ്ങനെ പല കാര്യങ്ങളും ചെയ്തു, അവസാനം സ്വന്തം ധാമത്തിലേക്ക് പോയി എന്ന് പറഞ്ഞങ്ങ് നിർത്തിയപ്പോൾ പറഞ്ഞു, അയ്യോ അത് പോരെ, ഒന്നുകൂടിയും വ്യക്തമാക്കി പറയൂ. ഭഗവാന്റെ കഥ കേൾക്കാൻ ഞാൻ യോഗ്യനല്ലേ? എൻ്റെ പിതാമഹന്മാരൊക്കെ വലിയ ഭക്തന്മാരായിരുന്നില്ലേ? പിന്നെ എന്നെയും ഭഗവാൻ ഗർഭത്തിൽ നിന്ന് പോലും രക്ഷിച്ചില്ലേ? അങ്ങനെയുള്ള അങ്ങനെയുള്ള ഭഗവാന്റെ കഥകൾ ഒന്നുകൂടി പറഞ്ഞുകൂടെ എന്ന് ചോദിക്കുമ്പോഴാണ് ദശമസ്കന്ധത്തിൽ വ്യക്തമായിട്ട് ഭഗവാന്റെ ഓരോ ലീലകൾ വ്യക്തമായിട്ട് മനോഹരമായിട്ട് വർണ്ണിക്കുന്നത്. അപ്പോൾ ആ ഒരു രുചി ഉണ്ടാവുക, അതാണ് ഇതിൻ്റെയൊക്കെ ഉദ്ദേശം. നമ്മൾ ഭഗവത് കഥകൾ കേട്ടാൽ മടുപ്പ് തോന്നിയ വയ്യ, അതിനോടൊരു താല്പര്യം വേണം. അപ്പം ഭഗവാനത് മതിയാവുന്നില്ല എന്ന് അങ്ങോട്ട് സങ്കല്പിക്കുക. കഥകൾ കേട്ടിട്ട് മതിയാവുന്നില്ല, അപ്പോൾ ഒന്നുകൂടി പറഞ്ഞോട്ടെ. അങ്ങനെയെങ്കിലും ആരെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അവർക്കും കൂടി ഒന്നുകൂടി ശ്രദ്ധിക്കാൻ ഇടവരട്ടെ എന്ന് വിചാരിച്ചു. ആ കൃഷ്ണാവാരിധിയുടെ ആ മഹാമനസ്കതയ്ക്ക് ഒന്നുകൂടി നമസ്കരിച്ചുകൊണ്ട് സന്താനഗോപാലം ഭാഗത്തിലേക്കൊന്ന് ചെറുതായിട്ട് എത്തി നോക്കാം. കഥ എല്ലാവർക്കും അറിയാം, നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞതുമാണ്. നമ്മേ ഭക്ത പ്രണശ്വരി, ഭക്തന് നാശം ഉണ്ടാവില്ല. അത് അർജുനനോട് പറഞ്ഞ വാക്കന്നെ. അപ്പോൾ അർജുനൻ തന്നെ ബോധ്യമാവണം, അർജുനന് ബോധ്യമാവണം. അർജുനന് ചെറിയൊരു വിചാരം ഉണ്ടായിരുന്നു. എന്ത്? ഞാൻ വിചാരിച്ചാൽ സാധിക്കാത്തതായിട്ടൊന്നുമില്ല, ഞാൻ വില്ലാളി വീരനല്ലേ. അപ്പം ഈ ബ്രാഹ്മണന്റെ ബാലനെ മരിച്ചിങ്ങനെ പോവുകയാണല്ലോ, 9 കുട്ടികളൊക്കെ ആയി. ഇനി ഒരു കുട്ടി കൂടി ഉണ്ടായാൽ
അതും കൂടി ഇങ്ങനെ പോവോ എന്നുള്ള ഭയം കൊണ്ട് എല്ലാ ജനനം കഴിഞ്ഞാലും ഇവിടെ വന്ന് കരയും, ഭഗവാന്റെ അടുത്ത് പരാതി പറയും. ഭഗവാൻ പ്രത്യേകം ഒന്നും പറയാതെ തിരിച്ചു അയക്കും. ഒരു സന്ദർഭത്തിൽ അവിടെ ദ്വാരകയിൽ ബ്രാഹ്മണന്റെ ഈ വിലാപം കേട്ടുകൊണ്ട് അർജുനുണ്ടായിരുന്നു. അതാണല്ലോ സന്ദർഭം. അപ്പോൾ അർജുനന് തോന്നി, ഇങ്ങനെ വിട്ടാൻ പറ്റില്ലല്ലോ, ഒരു ബ്രാഹ്മണൻ ഇങ്ങനെയൊക്കെ പറയുമ്പോൾ കൃഷ്ണനൊന്നും ചെയ്തില്ലെങ്കിൽ ഞാൻ ചെയ്യാം എന്ന രീതിയിൽ ബ്രാഹ്മണനോട് പറഞ്ഞു, കുട്ടികളെ ഇന്നുണ്ടാവുന്ന കുട്ടിയെ ഞാൻ രക്ഷിക്കും തീർച്ച. അതിൽ വലിയ വിശ്വാസമൊന്നും തോന്നിയില്ലായിരുന്നു ബ്രാഹ്മണന്. കാരണം എന്താ, ഭഗവാൻ ആരാ നല്ലോണം അറിയാം ബ്രാഹ്മണന്. സർവേശ്വരനാണ്, സർവശക്തനാണ്. അപ്പോൾ ഈ ഭഗവാൻ സാധിക്കാത്തതായിട്ടുള്ളൊരു കാര്യം അർജുന നിനക്ക് സാധിക്കുമോ? അപ്പം അർജുനൻ ധിക്കാരത്തോടുകൂടി വളരെ അഭിമാനത്തോടുകൂടി പറഞ്ഞു, അങ്ങ് എന്നെപ്പറ്റി ശരിക്കും അറിഞ്ഞില്ല. അതുകൊണ്ടാ ഞാൻ ആരാ? വില്ലാളി വീരനായ മധ്യമ പാണ്ഡവനായ കൈലാസപതിയെ പോലും സന്തോഷിപ്പിച്ച് പരാസ്ത്രങ്ങളൊക്കെ എനിക്ക് കിട്ടിയിട്ടുണ്ട്. എന്നെ അറിയാഞ്ഞിട്ടാണ്, എൻ്റെ മഹിമ കേട്ടിട്ടില്ലേ എന്നൊക്കെ അങ്ങനെ പറഞ്ഞു. ഞാൻ ഒന്ന് പരീക്ഷിച്ചേക്കാം എന്നും വിചാരിച്ച് ബ്രാഹ്മണൻ സമാധാനമായിട്ട് പത്നിയോട് ചെന്ന് പറയുകയൊക്കെയാണ് ചെയ്യുന്നത്. അങ്ങനെ ഗർഭം ധരിച്ച് വീണ്ടും പ്രസവ സമയമായപ്പോൾ അർജുനൻ്റെ അടുത്ത് ചെന്ന് പറഞ്ഞു. അർജുനൻ വേഗം ഇറങ്ങി പുറപ്പെട്ടു. ഭഗവാനോടൊന്നും പറഞ്ഞില്ല. പറയാതെ നേരെ ഭഗവാൻ ഇതിൽ ഇടപെടുത്തൊന്നും വേണ്ടില്ല, വിചാരിച്ചാൽ മതി, ഇതിനിപ്പോൾ ഭഗവാന്റെ ഒരു സഹായമൊന്നുമില്ല, ആവശ്യമില്ല. അങ്ങനെ പോയി അവിടെ ചെന്നപ്പോൾ കൃത്യമായിട്ടിരിക്കുന്നു, പ്രസവ സമയമായി. അപ്പം പ്രസവം അർജുനൻ വിചാരിച്ചപ്പോൾ കാലൻ ഒക്കെ കൊണ്ടുപോവുകയാണല്ലോ ചെയ്യുന്നത്, മരണം. അപ്പം കാലിനൊന്നും ആഹാരം ഇങ്ങോട്ട് വരരുത്, ഒരൊറ്റ ആൾക്കും ഈ കുട്ടിയെ, ജനിക്കുന്ന കുട്ടിയെ കൊണ്ടുപോകാൻ സാധിക്കാത്ത രീതിയിൽ നല്ലൊരു പ്രൊട്ടക്ഷൻ കൊടുത്തു. ഒരാൾക്കും ഉള്ളിൽ കിടക്കാൻ പറ്റില്ല, മരണദേവതയ്ക്കൊന്നും വരാൻ പറ്റില്ല എന്ന് വിചാരിച്ചതാ. പക്ഷേ ഇതിനെ കൊണ്ടുപോയത് ആരാന്നറിയില്ല. ഇവിടെ വന്നില്ല. സ ശരീരോ വിഹായസ, ശരീരം തന്നെ ഒരു കരത്തിന് മാത്രമേ കേട്ടുള്ളൂ. വളരെ ദുഃഖിതനായി ബ്രാഹ്മണൻ അനവധി ചീത്ത പറഞ്ഞു. ഈ വലിയ വർത്തമാനമൊക്കെ പറഞ്ഞിരുന്നില്ലേ അർജുന, കുട്ടിയെ ഞാൻ രക്ഷിക്കില്ല, ഞാൻ തീച്ചു ചാടി ചത്തോളാം എന്നൊക്കെ പറഞ്ഞില്ലേ, നന്ദി അതന്നെയാണ് നല്ലത് എന്നൊക്കെ അങ്ങനെ പറഞ്ഞപ്പോൾ അർജുനൻ ഒരു മിനിറ്റ് എന്ന് പറഞ്ഞു പോയി പല ദിക്കിലും അന്വേഷിച്ചു. യമധർമ്മരാജാവിൻ്റെ അടുത്തൊക്കെ പോയി, എവിടെയില്ല, കിട്ടിയില്ല. ഇനിയിപ്പോൾ എന്താ ചെയ്യുക? വാക്ക് പാലിക്കുക തന്നെ. അപ്പോൾ എന്താ വാക്ക്? ചിത കൂട്ടി അത് ചാടിച്ചാവുക അല്ലേ? അതുപോലെ അർജുനൻ ചെയ്തു, ചിതയൊക്കെ കൂട്ടി ബ്രാഹ്മണന് സഹായിച്ചു എന്നൊക്കെയാണ്. ചാവട്ടെ, വലിയ വർത്തമാനം പറഞ്ഞ ആൾക്കാർ ഇനി ഇങ്ങനെ മറ്റുള്ളവരെ പറ്റിക്കരുത് എന്നൊക്കെ വിചാരിച്ചുവോ എന്ന് അറിയില്ല. ഏതായാലും അർജുനൻ കുളിച്ച് ശുദ്ധമായിട്ട് ഭസ്മൊക്കെ അങ്ങനെ അടിച്ചു പൂശി കൈലാസപതിയായുള്ള സാക്ഷാൽ മഹാദേവനൊക്കെ മനസ്സിൽ ധ്യാനിച്ച് 3 വട്ടമൊക്കെ അങ്ങനെ പ്രദക്ഷിണം വെച്ച് ചാടാൻ അങ്ങോട്ട് പുറപ്പെട്ടപ്പോൾ മനസ്സിൽ ചെറുതായിട്ടൊന്ന് വിചാരിച്ചു എന്ന്. എന്താ വിചാരിച്ചത്? കൃഷ്ണ, ഞാൻ ചെറിയൊരു തെറ്റ് ചെയ്തല്ല, വലിയ തെറ്റന്നെ, അങ്ങയോട് പറയാതെ അങ്ങയുടെ മഹത്വം ശരിക്കും മനസ്സിലാക്കാതെ എൻ്റെ ദുരഭിമാനം കൊണ്ട്, അഹങ്കാരം കൊണ്ട് ഞാൻ ഒരവിവേകം ചെയ്തു, ക്ഷമിക്കണേ എന്ന് മനസ്സിൽ ഒന്നങ്ങനെ ധ്യാനിച്ച് തെളിഞ്ഞങ്ങനെ വന്നു മനസ്സിൽ. ശ്രീകൃഷ്ണൻ മനസ്സിലും വന്നു, മുന്നിലെത്തി. ചാടുന്ന സമയത്താണ് വത്സവത്സ വിജയ സഖേ സഖേ, അർജുന ഞാൻ ഇല്ലേ കൂട്ടുകാരനായിട്ട് എല്ലാ സമയത്തും എൻ്റെ ഒപ്പം ഞാനില്ലേ, എന്താ എൻ്റെ ഒരു വിഷമം? ബ്രാഹ്മണന്റെ കുട്ടിയെ കൊണ്ടുകൊടുക്കാൻ പറ്റാത്തതല്ലേ? ഒരു കുട്ടിയല്ല, ഇതുവരെയുള്ള മരിച്ച കുട്ടികളെയെല്ലാം 10 കുട്ടികളെയും നമുക്ക് കൊണ്ടുകൊടുക്കാമല്ലോ എന്ന് പറഞ്ഞ് ഭഗവാൻ ചാടുന്ന അർജുനെ തട്ടി മാറ്റി എന്നാണ്. ആ തീയിലേക്ക് അങ്ങോട്ട് ചാടാൻ ഇനി വലിയ സമയമൊന്നുമില്ല, കഴിഞ്ഞു. പിന്നെ ആ ഭക്തൻ ആയിട്ടുള്ള അർജുനന്റെ കഥ കഴിഞ്ഞു. ഭക്തൻ നശ്യതി എന്ന് വരും, അത് പറ്റില്ലല്ലോ. നശ്യതി എന്നല്ലേ, നമേ ഭക്ത പ്രണശ്യതി, ഭക്തന് നാശമില്ല എന്നല്ലേ. അപ്പോൾ എങ്ങനെയാ നാശം വന്നാൽ പറ്റുമോ? പറ്റില്ല. അപ്പം അതൊന്ന് തടഞ്ഞ് ഭക്തോത്തമനായ അല്ലെങ്കിൽ
അർജുനൻ ഭഗവാനും നരനാരായണന്മാരാണ്. അവർ രണ്ടുപേരും ഒപ്പമാണ്. അർജുനനില്ലാതെ കൃഷ്ണനുണ്ട്. എൻ്റെ ഭക്തനായ അർജുനന് ഒരാപത്ത് വരുമ്പോൾ രക്ഷിക്കുക എന്നുള്ളത് എൻ്റെ ചുമതലയാണ്. ഞാൻ ഈ അർജുനനോട് തന്നെയാണ് വാക്ക് കൊടുക്കാൻ പോകുന്നത്. നമേ ഭക്തപ്രണശ്വരി, എൻ്റെ ഭക്തന് നാശമില്ല. അങ്ങനെ ഭക്തന് ഒരിക്കലും നാശമില്ല എന്നുള്ള കാര്യം ഈ സന്താനഗോപാലത്തിൽ കൂടി ഭഗവാൻ വ്യക്തമാക്കുന്നു. പല പല കഥകളും വേറെയും പറയാനുണ്ട്. അല്ലാതെ പറയണോ? ഇനി എന്താ ഭഗവാൻ വെച്ചതെന്ന് അറിയില്ല. ഇപ്പം ഇത് പറഞ്ഞു, ഇനി ഇതിലെന്തെങ്കിലും ഒരു പോരായ്മ കണ്ടിട്ട് ഇനിയും വേറെ ചില ഭക്തന്മാരുടെ കഥയെ പറഞ്ഞിട്ട് അവർക്ക് നാശമില്ല എന്ന് വ്യക്തമാക്കിക്കുമോ എന്നറിയില്ല. ഏതായാലും ഈ ഭാഗം ഞാൻ ഇവിടെ സമർപ്പിക്കുന്നു. ശ്രീകൃഷ്ണാർപ്പണമസ്തു.